ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് SCERT ഒന്നും വായിച്ചിട്ടിട്ടില്ല. എനിക്കിത് നല്ലോണം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത് എനിക്ക് മടിയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്താണെന്നറിയില്ല, പഠിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഫോണൊക്കെ കളിച്ച് എന്തൊക്കെയോ ഒന്നും പറയണ്ട ഗൈസ്. നമ്മൾ പഠിക്കണം, അതാണ്. പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, മാർക്ക് കിട്ടില്ല, അറിവ് കിട്ടില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് പഠിക്കാൻ മടി ഗൈസ്. അപ്പം ഞാനിത് വായിക്കുകയാണ്. വ്യാധികൾ പടരാതിരിക്കാൻ, രണ്ടാമത്തെ ചാപ്റ്റർ, 5ാം ക്ലാസ്സിലത്തെ. ഇത് നമ്മളെ ഈ കമ്പനി ബോർഡ് LGSലൊക്കെ ഇങ്ങനെ പരിസ്ഥിതി, പിന്നെ എന്താ പൊതുജനാരോഗ്യമൊക്കെ അല്ലേ, അതിലൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പം പകർച്ചവ്യാധികളെക്കുറിച്ചൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ. പകരുന്ന രോഗങ്ങൾ, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം അല്ലേ, പിന്നെ എന്താ ജലദോഷം പകരും, പിന്നെ ചെങ്കണ്ണ് പകരും. പകരാത്ത രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ, പ്രമേഹം ഒന്നും പകരൂല അല്ലേ. ക്യാൻസറും പ്രമേഹമൊന്നും പകരൂല. ഇപ്പോൾ പകരാത്ത രോഗങ്ങൾ. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലേ. കമ്മ്യൂണിക്കേബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്ന് പറയും. അടുത്തത് മഹാമാരികൾ അല്ലേ. മഹാമാരികൾ എന്ന് പറയുമ്പോൾ പാൻഡമിക് അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. COVID-19, പ്ലാഗ്, ക്ഷയം, വസൂരി ഒക്കെ എന്താണ്, മഹാമാരികളാണ്. വസൂരി ഉണ്ട്, ക്ഷയമുണ്ട്, പ്ലാഗ് ഒക്കെ ഇവിടെ നിന്ന് തുടച്ച് നീക്കിയതാണ്. COVID-19 അല്ലേ, അതൊക്കെ നമുക്ക് റീസെൻ്റ് COVID-19 ആണ് നമുക്ക് അനുഭവിച്ചറിയുന്നത്. പ്ലാഗ്, ക്ഷയം, വസൂരി ഇതൊക്കെ മഹാമാരികളിൽ പെടുന്നതാണ്. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും, അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ. അപ്പോൾ രോഗകാരികളാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അപ്പം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഒക്കെ. അപ്പം ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് കൂടെ ദൃശ്യം തന്നിട്ടുണ്ട്, വൈറസിൻ്റെ തന്നിട്ടുണ്ട്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുള്ള ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ടല്ലേ. സൂക്ഷ്മജീവികൾക്ക് നമുക്ക് ഉപകാരികളാകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം ദോശമാവ് പുളിപ്പിക്കുന്നതിൻ്റെ ചിലയിനം ബാക്ടീരിയകളാണ്. അപ്പോൾ ദോശമാവ് പുളിപ്പിക്കാൻ ബാക്ടീരിയ ആണെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ദോശമാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ബാക്ടീരിയ ആണ് ദോശമാവ് പുളിപ്പിക്കുന്നത്. ബാക്ടീരിയയും ഫംഗസും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകം എഴുതും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പോയിൻ്റ് എന്ന് പറയാൻ എന്താണ്, ബാക്ടീരിയകളാണ് ദോശമാവ് പുളിപ്പിക്കുന്നത്. പിന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫംഗസുകളുടെ ലോകം എന്ന് പറഞ്ഞില്ലേ. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ. അപ്പോൾ റൊട്ടിപ്പൂപ്പലും കരിമ്പനും ഒക്കെ എന്താണ്, ഫംഗസുകൾ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. റൊട്ടിപ്പൂപ്പലും വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പനും. ഓക്കെ, അപ്പം റൊട്ടിപ്പൂപ്പലും വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പനും ഒക്കെ എന്താണ്, ഫംഗസുകളാണ് കേട്ടോ. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പോൾ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളുണ്ട്. ഏതൊക്കെയാണ്, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അപ്പോൾ ഈ പേരൊന്ന് ആലോചിച്ച് വെച്ചിട്ടോ. കാൻഡിഡ ഉണ്ട്, ക്രിപ്റ്റോകോക്കസ് ഉണ്ട്, ഹിസ്റ്റോപ്ലാസ്മ. അതൊക്കെയാണ് ഫംഗസുകളുടെ നമ്മളെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ കൂണ് ഫംഗസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്, കരിമ്പന്, പിന്നെ റൊട്ടിപ്പൂപ്പൽ, ഇതൊക്കെ ഫംഗസ് മൂലം ഉണ്ടാകുന്നതാണെന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ക്രിപ്റ്റോകോക്കസ്, കാൻഡിഡ, ഹിസ്റ്റോപ്ലാസ്മ. അതൊക്കെ ഫംഗസാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ.
ഇനി രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരുന്ന വഴികളാണ് പറയുന്നത്. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ തൂവാല ഉപയോഗിക്കുക. അതൊന്നും വലിയ കാര്യമല്ല. അല്ല, അതിൽ നമുക്ക് പോയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. അപ്പോൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെയും വായുവിലൂടെയും ഒക്കെ വരുന്നതാണ്. വായുവിലൂടെ ക്ഷയം, മറ്റേ ജലദോഷമൊക്കെ വരും അല്ലേ. ജലവും ഭക്ഷണവും വഴി വരുന്നതുണ്ട്. പിന്നെ രോഗാണുവാഹകരിൽ നിന്ന് മറ്റേ കൊതുകുന്ന് ഒക്കെ വരില്ലേ, കൊതുകുന്ന് ഈച്ചയെന്നൊക്കെ വരുന്നത്. ഡെങ്കിപ്പനി, കൊതുകുന്ന് ഡെങ്കിപ്പനി, മലമ്പനി അങ്ങനത്തെ ഒക്കെ വരും. ഈച്ചയെന്ന് മറ്റേ വയറിളക്കം, കോളറ ഒക്കെ വരും. രോഗങ്ങൾ പകരുന്ന വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായില്ല. രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. വിക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നു. പിന്നെ ഈച്ചയും കൊതുകും എലിയും ഒക്കെ രോഗങ്ങൾ പെരുകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഇതിൻ്റെ പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പറയുന്നത്. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കുക. ഇതെന്താ പറയുന്നത്, ഇത് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അതിനെ പറ്റിയാണ്. പിന്നെ മൃഗങ്ങളിലും പകർച്ചവ്യാധി വരും. നെല്ലിലെ തവിട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ. പയറിലെ മൊസൈക്ക് രോഗം, നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, ഇതൊക്കെ സസ്യങ്ങൾക്ക് വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള രോഗപ്രതിരോധ ശേഷി. ഇതിൻ്റെ അകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ പഠിക്കാൻ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവാണ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് എല്ലാ വ്യക്തികൾക്കും എന്താണ് ഒരുപോലെ അല്ലായിരിക്കും അല്ലേ. ചിലർക്ക് എന്താണ് ഭയങ്കര പ്രതിരോധ ശേഷിയായിരിക്കും, ചിലർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും, പെട്ടെന്ന് രോഗങ്ങൾ വരും. പിന്നെ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പം പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയുള്ളതിനൊന്നും നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് വരാതിരിക്കാൻ വേണ്ടി നാം പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കും അല്ലേ, വാക്സിനേഷൻ എന്ന് പറയും. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ പറ്റും. ഇതാണ് ആർജിത രോഗപ്രതിരോധ ശേഷിയാണ് അല്ലേ, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലാഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളും നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ് അല്ലേ. പ്ലാഗ്, പോളിയോ, വസൂരി പോലുള്ള രോഗങ്ങളൊക്കെ അല്ലേ. അപ്പം വാക്സിൻ എടുക്കാനുള്ള കൗണ്ടർ 2ലേക്ക് വരണം. അപ്പോൾ എന്തെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇതാണ് വാക്സിനേഷൻ ചാർട്ട്. ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെ കൂടുതലാണ് ഗൈസ്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ വാക്സിനേഷൻ ചാർട്ട്. BCG ബാസിലസ് കാൽമൻറ്റ് ഗോറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടാവൈറസ് വാക്സിൻ. അപ്പോൾ ഇത്രയും വാക്സിൻസ് ആണുള്ളത്. അപ്പോൾ ജനന സമയത്ത് ജനിച്ച കുട്ടി കണ്ടില്ലേ, ജനിച്ച കുട്ടി വ്യാവ് അലസെബാവ് ക്യൂട്ട്. അപ്പോൾ ഈ ജനന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട എന്തൊക്കെയാണ്? OPV ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കണം, പിന്നെ BCG കൊടുക്കണം, ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കണം. അപ്പോൾ 3 എണ്ണമാണ് ജനന സമയത്തുള്ള കുട്ടിക്ക് കൊടുക്കുക. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. OPV ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കും, ബാസിലസ് കാൽമൻറ്റ് ഗോറിൻ കൊടുക്കും, ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കും. ഈ 3 എണ്ണമാണ് ജനന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷനിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെടുന്നത് ഏതാണെന്ന് പഠിച്ച് വെക്കണം. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി ഇതൊക്കെയാണ് ജനന സമയത്തുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. ഇനി 6 ആഴ്ച ആകുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് എന്താണ്? 6 ആഴ്ച ആകുന്ന കുട്ടിക്ക് ഓറൽ പോളിയോ വാക്സിൻ 1,
ഇത് ജനന സമയത്ത് ഓറൽ പോളിയോ വാക്സിൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓറൽ പോളിയോ വാക്സിൻ 1 ആകുന്നത് പിന്നെ 6 ആഴ്ചയാകുമ്പോൾ. ഓറൽ പോളിയോ വാക്സിൻ 1, പിന്നെന്താ ഇതിപ്പോൾ 6 ആഴ്ചയാകുമ്പോൾ പ്രത്യേകിച്ച് കൊടുക്കുന്ന എന്താ റോട്ടോ വൈറസ് വാക്സിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. റോട്ടോ വൈറസ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ 1, റോട്ടോ വൈറസ് വാക്സിൻ 1, പെൻറ്റാവാലൻ്റ് 1, പിന്നെ FIPV 1, PCV 1. അപ്പോൾ ഇത്രയും ഇത്രയും വാക്സിനേഷൻ 6 ആഴ്ചയാണെന്നൊരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എത്ര വാക്സിൻസാണ് കൊടുക്കുന്നത്? 1, 2, 3, 4, 5 വാക്സിൻസ് 6 ആഴ്ചയാണെന്നൊരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. OPV 1, RVV 1, പെൻറ്റാവാലൻ്റ് 1, FIPV 1, PCV 1. അപ്പോൾ ഇത്രയും വാക്സിനേഷൻ 6 ആഴ്ചയുള്ളൊരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 10 ആഴ്ചയാകുമ്പോൾ OPV 2, RVV 2, പെൻറ്റാവാലൻ്റ് 2 ഇത്രയും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിൽ PCV 1ഉം FIPV അല്ലേ, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസും ഇല്ല. FIPV എന്ന് പറഞ്ഞാൽ പോളിയോ വാക്സ് ഫ്രാക്ഷണൽ ഡോസാണ് കേട്ടോ. അപ്പോൾ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് 10 ആഴ്ചയാകുമ്പോൾ കൊടുക്കില്ല. 10 ആഴ്ചയുള്ളൊരു കുട്ടിക്ക് എന്തൊക്കെയാണ് കൊടുക്കുക? ഓറൽ പോളിയോ വാക്സിൻ 2ഉം പിന്നെ റിട്ടോ വൈറസ് വാക്സിൻ അല്ലേ, റിട്ടോ വൈറസ് വാക്സിൻ 2ഉം പെൻറ്റാവാലൻ്റ് 2ഉം, OPV 2, RVV 2, പെൻറ്റാവാലൻ്റ് 2 ഇത്രയും 3 വാക്സിൻസാണ് 10 ആഴ്ച. പിന്നെ 14 ആഴ്ച ആകുമ്പോൾ 5 വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ 3, റിട്ടോ വൈറസ് വാക്സിൻ 3, പെൻറ്റാവാലൻ്റ് 3. ഇവിടെ കൊടുത്ത അത്രയും വാക്സിൻസ് തന്നെ 14 ആഴ്ച ആകുമ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 6 ആഴ്ച ആകുമ്പോൾ കൊടുത്ത വാക്സിൻസ് തന്നെ 14-ാമത്തെ ആഴ്ചയും കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ. OPV 3, റിട്ടോ വൈറസ് 3, പെൻറ്റാവാലൻ്റ് 3, FIPV അല്ലേ, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ PCV 2 ഇത്രയും വാക്സിൻസ് തന്നെ. അപ്പോൾ 6 ആഴ്ചത്തെ കൊടുത്ത അതേ വാക്സിൻ തന്നെ 14 ആഴ്ച ആകുമ്പോൾ കൊടുക്കുന്നുണ്ട്. 10 ആഴ്ച ആകുമ്പോൾ OPV 2ഉം ഓറൽ പോളിയോ വാക്സിനും റിട്ടോ വൈറസ് വാക്സിനും പെൻറ്റാവാലൻ്റ് വാക്സിനുമാണ് കൊടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ 2 അപ്പം ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന് നോക്കി ആലോചിച്ച് വെക്കുക കേട്ടോ ഗൈസ്. ഓക്കെ, അടുത്തത് ഇവിടെ പട്ടിക നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. വാക്സിനേഷൻ്റെ പേര് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ കൊടുക്കുന്ന പ്രായം, രോഗം പോളിയോയ്ക്ക് വേണ്ടി. പോളിയോ വാക്സിൻ നമ്മൾ ജനന സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ജനന സമയം എന്ന് എഴുതുക. പിന്നെ ഏത് വാക്സിനാണ് കൊടുക്കുന്നത്? BCG കൊടുക്കുന്നുണ്ട് അല്ലേ. ബേസിലസ് കാൽമെറ്റ് ഗോറിൻ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ടെറ്റനസ് വാക്സിൻ കൊടുക്കുന്നത് എപ്പോൾ തൊട്ടാണെന്നറിയോ? ന്യൂമോകോക്കൽ കൺജുഗേറ്റ്. ഇതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഉള്ളത്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ്. ന്യൂമോകോക്കലിന് കൊടുക്കുന്നതാണ് PCV 2. PCV 6 ആഴ്ച മുതൽ PCV കൊടുക്കുന്നുണ്ട് അല്ലേ. 6 ആഴ്ച മുതൽ ന്യൂമോകോക്കൽ അത് കൊടുക്കും. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ 6 ആഴ്ചയാകുമ്പോൾ കൊടുക്കും. മീസിൽസ് റുബെല്ല വാക്സിൻ, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, പിന്നെ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഇത്രയും വാക്സിൻ ഉണ്ട്. PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. PCV എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്നാണ് PCV. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ് PCV. മീസിൽസ് റുബെല്ല വാക്സിനാണ് MR എന്ന് പറയുന്നത്. മീസിൽസ് റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടുസീസ് ടെറ്റനസ് വാക്സിൻ. ഡിഫ്തീരിയ പെർട്ടുസീസ് ടെറ്റനസ് വാക്സിൻ DPT. ഡിഫ്തീരിയ പെർട്ടുസീസ് ടെറ്റനസ് വാക്സിൻ. TD എന്ന് പറഞ്ഞാൽ TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് കേട്ടോ. TD എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്തീരിയ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് TD. അപ്പം നിങ്ങളെന്താ നോക്കണ്ടേ? 9 മാസം 14 ആഴ്ച വരെയുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ 9 മാസം വരെയുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ.
9 മാസം MR1 എന്ന് പറയും. MR1 എന്ന് പറഞ്ഞാൽ എന്താ? മീസിൽസ് റുബെല്ല വാക്സിനാണ് ഫസ്റ്റ് 9 മാസം പ്രായമാകുമ്പോൾ നമ്മൾ കൊടുക്കുക. MR1 9 മാസം പ്രായമാകുമ്പോൾ MR1. പിന്നെ PCV ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് PCV ബൂസ്റ്ററിന് പറയാം. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. അപ്പോൾ 9 മാസം മുതലാണ് നമ്മൾ എന്ത് കൊടുക്കുക? മീസിൽസ് റുബെല്ല വാക്സിൻ കൊടുക്കുക. മീസിൽസ് റുബെല്ല വാക്സിൻ 9 മാസം മുതലാണ് കൊടുക്കുക കേട്ടോ. മീസിൽസ് റുബെല്ല വാക്സിൻ 9 മാസമായ കുട്ടിക്കാണ് മീസിൽസ് റുബെല്ല വാക്സിൻ കൊടുക്കുക. പിന്നെ എന്താ? PCV ബൂസ്റ്റർ കൊടുക്കും. PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ കൊടുക്കും. പിന്നെ വിറ്റാമിൻ A കൊടുക്കുന്നത് 9 മാസം പ്രായമായ കുട്ടിക്ക് വിറ്റാമിൻ A കൊടുക്കും. പിന്നെ FIPV3 അറിയില്ല. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് FIPV കൊടുക്കും. ഓക്കെ, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസും കൊടുക്കും. അപ്പോൾ എത്രയാണ്? 9 മാസമായ ഒരു കുട്ടിക്ക് 4 വാക്സിനേഷൻസാണ് കൊടുക്കുക. അപ്പോൾ 9 മാസമായ കുട്ടിക്ക് ആണ് ആദ്യമായിട്ട് MR വാക്സിൻ കൊടുക്കുന്നത്. മീസിൽസ് റുബെല്ല വാക്സിൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് 9 മാസമായ കുട്ടിക്കാണ്. പിന്നെ കൊടുക്കുന്നത് PCV ബൂസ്റ്ററാണ്, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. പിന്നെ MR1, പിന്നെ വിറ്റാമിൻ A, പിന്നെ FIPV3 ഇത്രയാണ് കൊടുക്കുക. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. അടുത്തത് മീസിൽസ് റുബെല്ല വാക്സിൻ തന്നെ രണ്ടാമത് കൊടുക്കും. മീസിൽസ് റുബെല്ല വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മാസം ആകുമ്പോഴാണ്. അത് കഴിഞ്ഞ് മീസിൽസ് റുബെല്ല വാക്സിന് 16-24 മാസം ആകുമ്പോൾ പിന്നെയും കൊടുക്കുന്നുണ്ട്. മീസിൽസ് റുബെല്ല വാക്സിൻ 2. പിന്നെ OPV ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ ബൂസ്റ്റർ. പിന്നെ ഡിഫ്തീരിയ ഡിഫ്തീരിയ പോർട്ടോസിസ് ടെറ്റനസ് ബൂസ്റ്റർ. വിറ്റാമിൻ A രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നതും എപ്പോഴാണ്? 16-24 മാസം ആകുമ്പോൾ കേട്ടോ. OPV ബൂസ്റ്ററും DPT ബൂസ്റ്ററും ഒക്കെ വരുന്നത് 16-24 മാസം ആകുമ്പോഴാണ്. പിന്നെ DPT ബൂസ്റ്റർ 2 വരും 5-6 വയസ്സിൽ. പിന്നെന്താ? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത് 10 വയസ്സാകുമ്പോഴാണ്. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എപ്പോഴാണ്? 10 വയസ്സാകുമ്പോഴാണ്. പിന്നെ 16 വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കേട്ടോ. ടെറ്റനസ് ഡിഫ്തീരിയ വൈറസിൻ്റെ രണ്ടാമത്തെ ഡോസ് 16 വയസ്സാകുമ്പോൾ കൊടുക്കും. ടെറ്റനസ് ഡിഫ്തീരിയൻ്റെ 2 രണ്ടാമത്തേത് 16 വയസ്സാകുമ്പോൾ കൊടുക്കും. ടെറ്റനസ് ഡിഫ്തീരിയ 1 10 വയസ്സാകുമ്പോൾ. 10 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ കാണിച്ചത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന് 10 വയസ്സിനും 16 വയസ്സിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ? ടെറ്റനസ് ഡിഫ്തീരിയ രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന് ഒന്നാമത്തെ ഡോസ് കൊടുക്കുന്നത് 10 വയസ്സിലും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് 16-ാം വയസ്സിലാണെന്ന് ആലോചിച്ച് വെക്കുക. ചോദിക്കും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഫസ്റ്റ് കൊടുക്കുന്ന ഏത് വയസ്സിലാണെന്ന് ചോദിക്കും. 10 വയസ്സിലാട്ടോ. രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 16-ാം വയസ്സിലാണ്. 10 വയസ്സിലാണ് ആദ്യം ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുക. 5-6 വയസ്സിന് DPT ബൂസ്റ്റർ 2 ആണ്. ഡിഫ്തീരിയ പെർട്ടൂട്ടീസ് ടെറ്റനസ് വാക്സിൻ. ഇത്രയേ ഉള്ളൂ ഇത്. ഇതിൻ്റെ മെയിനായിട്ട് ഈ വാക്സിനേഷൻ ചാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഗൈസ്. അപ്പോൾ അത് കുറേ ആയി പോകുന്നുണ്ട്. എനിക്ക് കുറേ നേരം എടുക്കും. പക്ഷെ നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, നല്ലതാണ്. ഇത് ചോദിക്കും, എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ്. വാക്സിനേഷനെ പറ്റിയൊക്കെ
പൊതുജനാരോഗ്യത്തിൽ വരുന്നതാണല്ലോ. ഓറൽ പോളിയോ വാക്സിന്, ബേസിലസ് കാൽമൻറ്റ് ഗോറിന്, ഹെപ്പറ്റൈറ്റിസ് ബി ഇതൊക്കെയാണ് ജനന സമയത്ത് കൊടുക്കുക. പിന്നെ 6 ആഴ്ച ആകുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ 1, പിന്നെ റിട്ടോ വൈറസ് വാക്സിൻ 1, പെൻറ്റാവലൻ്റ് 1, പിന്നെന്താ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് 1, പിന്നെ PCV ന്യൂമോകോക്കൽ കാൺജുഗേറ്റ് വാക്സിൻ 1 6 ആഴ്ചയാകുമ്പോൾ കൊടുക്കും. പത്താഴ്ചയാകുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ 2, റിട്ടോ വൈറസ് വാക്സിൻ 2, പെൻറ്റാവലൻ്റ് 2. ഇത് 10 ആഴ്ചയാകുമ്പോൾ. പിന്നെ 6 ആഴ്ചത്തെ കൊടുത്ത് തന്നെയാണ് 14 ആഴ്ചയും കൊടുക്കുന്നത്, 14ാമത്തെ ആഴ്ചയും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുത്തു തുടങ്ങുന്നത് 10 മാസം ആകുമ്പോൾ എന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു പാഠമാണ്. ഇത് നമുക്കെന്താ അടുത്ത ക്ലാസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ബൈ. അപ്പോൾ ഈ ചാർട്ട് നല്ലോണം പഠിക്കുക. ഓക്കെ. മീസിൽസ് റുബെല്ല വാക്സിൻ കൊടുത്തു തുടങ്ങുന്നത് 9 മാസം ആകുമ്പോൾ എന്ന് ആലോചിക്കുക കേട്ടോ. പിന്നെ PCV ബൂസ്റ്റർ വിറ്റാമിൻ എ കൊടുത്തു തുടങ്ങുന്നത് 9 മാസം ആകുമ്പോഴാണ്. വിറ്റാമിൻ നമ്മളെ കണ്ണിന് നല്ലതാണല്ലോ വിറ്റാമിൻ എ. ഓക്കെ ഗൈസ് ബൈ, സീ യു.